ഗൈസ് നമ്മളിന്നും വന്നിരിക്കുന്നത് GTA San Andreas ആയിട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് എയ്റോപ്ലെയിനിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലോഡിങ് സ്പേസാണ് ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ നമ്മൾ CJ എത്തിയിട്ടുണ്ട്. നമ്മൾ CJ എന്നൊരു പൈലറ്റ് ആകാൻ പോകണം കേസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എയർപോർട്ടിലോട്ട് പോയതിന് ശേഷം നമുക്ക് പ്ലെയിൻ എടുത്ത് പറപ്പിക്കണം കേസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കാറ് സ്പോൺ ചെയ്യിക്കാം. ഓക്കെ, റോൾസ് റോയ്സ് തന്നെ സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കയറാം. റോൾസ് റോയ്സിന് ഓക്കെ കേസ്, നമുക്ക് റോൾസ് റോയ്സിൽ കയറി പോവാം. ഓക്കെ, FM ഓഫ് ചെയ്യണ്ട. അവിടെ കേസ്. ഭയങ്കര കൺട്രോൾ പാട് കേസ്. നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പോയതിന് ശേഷം എല്ലാ പ്ലെയിനും നമ്മളിന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു ലൈറ്റും പോയാ ഓക്കെ, പെട്ടെന്ന് പോക്കോ. ബാക്കിലോട്ടിട്. ഓക്കെ, പൊക്കോ. ഓക്കെ, പോട്ടെ. എന്തൊരു കേസ്, ഇതിന് ഭയങ്കര സ്പീഡ് കേസ്. ഓക്കെ കേസ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. പെട്ടെന്ന് പോടോ. പെട്ടെന്ന് ഇത് ഭയങ്കര പാട്, റേഡിയോ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഓക്കെ, പെട്ടെന്ന് പോക്കോ. ഓക്കെ, പോകോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് എയർപോർട്ടിൽ പോയതിന് ശേഷം എയർപോർട്ടിൽ പോകണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന് നമ്മളെ സപ്പോർട്ടിന് എല്ലാവരും താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ ഗൈസ്, പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. ഓക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എയർപോർട്ടിൽ തരായിട്ടുണ്ട്. ഓക്കെ നമ്മൾ അങ്ങനെ പോകാം. നമ്മുടെ സമയം ഭയങ്കര കുറവാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു GTR സ്പോൺ ചെയ്യുക. ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ സീനാണ് കേസ്. നമുക്ക് പെട്ടെന്ന് GTR ആണെങ്കിൽ കൺട്രോൾ സസ്പെൻഷനും എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. നമുക്കിതിൽ പെട്ടെന്ന് തന്നെ സ്പീഡിൽ പോകാൻ പറ്റും. നമുക്ക് നല്ല കൺട്രോളും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എയർപോർട്ട് ഇങ്ങനെ തോന്നുകയാണ്. ഹോൺ അടിച്ച് പോ ഹോൺ അടിക്കട്ടെ പോടോ. ഇങ്ങനെ ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് എടുക്കാം. അങ്ങോട്ടാണ് കേസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പൊക്കോ മാറിക്കടാ. പോട്ടെ. പൊക്കോ. പോവാം. പോടോ. ഓക്കെ ശുഭമായിട്ടുണ്ട്. നമുക്കിനി ഇറങ്ങാം. പെട്ടെന്ന് തന്നെ ഇറങ്ങാം. നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. യു നീഡ് എ ഹയർ ഫ്ലൈയിങ് സ്കിൽസ് സ്റ്റാറ്റ് ടു ആക്സസ് ദ എയർപോർട്ട്. ദ പൈലറ്റ് സ്കൂൾ ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ബെറ്റർ. നമുക്ക് പൈലറ്റ് സ്കൂളിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലെയിനിൻ്റെ അടുത്ത് പോവാം. ഈ പ്ലെയിൻ നമുക്ക് വേണ്ട, ഇത് ഭയങ്കര കൺട്രോൾ പാടാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്ലെയിൻ കയറാം. ഈ പ്ലെയിൻ കയറി നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പ്ലെയിനുകൾ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കയറിയതിന് ശേഷം നമുക്ക് ക്രോപ്പ് ഡസ്റ്റർ ഓക്കെ, നമുക്ക് അതിനെ എടുത്ത് കാണിക്കാം. നമ്മുടെ മാപ്പിനകത്ത് എന്തോന്നാണ് ഒരു മഞ്ഞ വര പോകുന്നുണ്ട്. നമുക്ക് റേഡിയോ ഇതിലൊക്കെ ആരാണോ എന്തോ റേഡിയോ കൊണ്ട് ഫിറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓക്കെ പറക്കാം. പറന്നു പറക്ക്. ഓക്കെ ആയിട്ടുണ്ട് ഗീസ്. നമുക്ക് ഓട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് വേസ്റ്റഡ്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ അടുത്ത ഒരു പ്ലെയിനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ പ്ലെയിനിനെ എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കാം. അത് നമുക്ക് പറ്റണില്ല. അതുകൊണ്ട് സ്റ്റണ്ട് പ്ലെയിൻ നോക്കാം. സ്റ്റണ്ട് ആവുമോ എന്തോ. ഓക്കെ ഗീസ്, നമുക്ക് സ്റ്റണ്ട് കാണിച്ചുകൊണ്ട് പോവാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറത്തി കയറാം. ഓക്കെ ഗീസ്. ഓക്കെ, പ്രശ്നമില്ല. പോട്ടെ. ഓക്കെ ഗീസ്, ഇത് നമുക്ക് കയ്യിൽ നിൽക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് ശുഭമാവണമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പെരിയെ ഓടിക്കാം. ഓക്കെ പറ. ഇതിൻ്റെ പൊന്നി കയ്യിൽ പോന്ന്. നമുക്ക് വാട്ടർ സല്യൂട്ട് അടിച്ച് നോക്കാം. വാട്ടറിലോട്ട് ഇറങ്ങട്ടെ. അയ്യോ, ഇതിന് ഈ പ്ലെയിനല്ല യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള പ്ലെയിൻ നമുക്ക് അടുത്ത ഇപ്പോൾ എടുക്കാം. വാട്ടർ സല്യൂട്ടിനുള്ള പ്ലെയിൻ അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇതല്ല നമ്മുടെ പ്ലെയിൻ. നമുക്ക് വാട്ടർ സല്യൂട്ടിനുള്ള പ്ലെയിൻ നോക്കണം. ഓക്കെ ഗൈസ്, നമുക്കിനി വാട്ടർ സല്യൂട്ട് ചെയ്യാം ഗൈസ്. ഇതാണ് നമ്മൾ വാട്ടർ സല്യൂട്ടിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാം ശരിക്കും പറത്തണ്ട, വെള്ളത്തിനാണ് പറത്തേണ്ടത്. നമ്മൾ ഇവിടുന്ന് പറത്തി എങ്ങനെയും വെള്ളത്തിൽ നിന്ന് ലാൻഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നമുക്കിത് അങ്ങോട്ട് ലാൻഡ് ചെയ്യാം.
നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പതിയെ ഇറക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്ലെയിൻ കുത്തി വീഴും. നമുക്ക് പതിയെ ഇറക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മുടെ പതിയെ ഇറക്കാം. ഓക്കെ പതിയെ ഇറങ്ങിക്കോ. പതിയെ നമ്മൾ പതിയെ ഇറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റേ പെട്ടെന്ന് ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ എല്ലാം നഷ്ടപ്പെട്ടു ഗൈസ്. അതെല്ലാം കൂടെ കുഴിയിലോട്ട് വെള്ളത്തിലോട്ട് അങ്ങ് താന്നു. പതിയെ ഇങ്ങനെ ഇറക്കിയാലേ പറ്റുള്ളൂ. ഇറങ്ങ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി പുറത്ത് പോക്കാം. ഇനി മുമ്പോട്ടെടുക്കാം. മുമ്പോട്ടെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പറത്തി വേറെ പ്ലെയിൻ ട്രൈ ചെയ്യണം. ഓക്കെ ഗൈസ്, പറത്താം. പോട്ടെ. ഇത് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ പറഞ്ഞില്ല, അതിന് മുമ്പ് കൺട്രോൾ പോയി. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അങ്ങോട്ട് സാധനം സിറ്റി കടലിൽ അങ്ങോട്ട് പോകുന്ന സീനല്ല, ചിലപ്പോൾ ഷാർക്ക് പിടിച്ച് തിന്നും. അപ്പോൾ എല്ലാം കൂടെ വേസ്റ്റഡായി അവിടെ കിടക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ സിറ്റിയിലോട്ട് പോയതിന് ശേഷം എല്ലാ പ്ലെയിനും നമ്മൾ ലാസ്റ്റ് ജെറ്റ് പറത്തി വാണ്ടഡ് ലെവൽ വരുന്ന സ്ഥലം പോയിട്ട് നോക്കും. വാണ്ടഡ് ലെവൽ വരുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, നമ്മുടെ അപ്പുറത്തെ ഐസ്ലാൻഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇത് വരും, വാണ്ടഡ് ലെവൽ വരും. അത് നമുക്ക് മറ്റേ പ്ലെയിനുകളുണ്ട്, ജെറ്റും കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് പറ്റുന്നില്ല. അത് പെട്ടെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് എങ്ങനെ ലാൻഡ് ചെയ്യുന്ന റോഡിൽ ലാൻഡ് ചെയ്ത സീനായിരിക്കും. ഓക്കെ പ്രശ്നമില്ല. കത്തി ഇറങ്ങി ഓടിക്കോ. ഓടി കത്തിയില്ല ഗൈസ്, ഭാഗ്യത്തിന് നമുക്ക് കത്തിയില്ല. ഓക്കെ, നമുക്കിവിടെ ഒരു ജെറ്റ് പാക്ക് എടുത്തതിന് ശേഷം പറന്ന് കയറാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് അടുത്ത എയറോപ്ലെയിൻ എടുക്കാം ഗൈസ്. ഇനി നമ്മൾ മോഡേൺ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ റോൾസ് റോയ്സൊക്കെ ഒരു മോഡ് പാക്കാണ് എടുത്തത്. ഓക്കെ ഗൈസ്, നമ്മളിനി GTA San Andreas ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ നമ്മളിനി പ്രൊവൈഡ് ചെയ്യും. നമ്മളിനി 300 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് GTA San Andreas ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കാം. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് GTA San Andreas ഗീവ് അവേ കൊടുക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ GTA San Andreas ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് കൊടുക്കുന്നതായിരിക്കും. 300 സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണോ ആവുന്നത് അപ്പോൾ നമ്മൾ GTA San Andreas ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. ഈ പ്ലെയിനിൽ ഇപ്പോൾ എങ്ങനെ കയറും? എവിടെയാണ് എൻ്റെ വഴി? കയറാൻ പറ്റൂലേ? പെട്ടെന്ന് ഇതെങ്ങനെ ചാടി കയറുമോ? അല്ല, അപ്പോൾ ഇതെന്തോ ഓക്കെ, ജെറ്റ് പാക്ക് എടുത്തതിന് ശേഷം നമുക്കിനി മേലോട്ട് കയറി ഇനി ഇവിടുന്ന് എഫ് അടിച്ച് നോക്കാം. പൊങ്ങ് ഓക്കെ, അവിടെ ലാൻഡ് ചെയ്യാം. അവിടെ അങ്ങോട്ട് പോട്ടെ പൊക്ക് അവിടെ എൻ്റെ മണ്ടയ്ക്ക് ചേർത്ത് വിട്ടോ ജെറ്റ് പാക്ക് വിട്ടോ. ഓക്കെ, ഇനി നമുക്കിനി എഫ് അടിച്ച് നോക്കാം. ഇല്ല ഗൈസ്, പറ്റണല്ലോ. ഇത് എങ്ങനെ കയറും? ഇത് പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്, ഇല്ലാന്ന് തോന്നുന്നു. അതിലെ കൂടെ കയറാം. അയ്യോ, ഇതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജെറ്റ് പാക്ക് എടുക്കട്ടെ. എടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ എയറോപ്ലെയിനെ തള്ളി നീക്കി നമ്മുടെ പവറായ. ഇനി നോക്കാം, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് എഫ് ഇല്ലില്ല. അപ്പം നമുക്ക് വേറൊരു പ്ലെയിൻ ട്രൈ ചെയ്യാം. നമുക്കിത് പറ്റുന്നില്ല, അപ്പോൾ നമുക്കിനി വേറെ പ്ലെയിൻ ട്രൈ ചെയ്യാം ഗിസ്. അത് അങ്ങോട്ട് ഫേസ് ചെയ്തത്. ഓക്കെ ഗിസ്, നമുക്കിനി ഇതിൻ്റെ പേര് എന്തോന്നാണ്? എൻ്റെ പേരെൻ്റെ റെസ്ലർ ട്രൈ ചെയ്യണം ഗിസ്. അപ്പം ഞാൻ പറക്കട്ടെ, സിനിമാറ്റിക് ക്യാമറയൊന്നും വേണ്ട, നമുക്ക് നല്ല ക്യാമറ മതി. ഓക്കെ ഗൈസ്, അയ്യോ പറക്കട്ടെ. പുറമോട്ടോ കത്തി. ഓ, ഈ പ്ലെയിനൊന്നും നമുക്ക് വളയ്ക്കാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ് ഈ പാട് മുഴുവൻ വളയ്ക്കാൻ പറ്റൂല, അതാണ് സീൻ. ഓക്കെ, ഇവിടെ ഇത്തിരി കൂടെ ബാക്കിലോട്ട് പോയാൽ ബാക്കിലോട്ട് പോക്കോ. പോട്ടെ. ഓക്കെ ഗൈസ്, പറക്കും. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പറക്കും. നമ്മൾ അടി. ഓക്കെ ഗൈസ്, നമ്മൾ പ്ലെയിൻ പറത്തിയിട്ടുണ്ട്.
ഇതിൻ്റെ കൺട്രോൾ ഇനി എങ്ങനെ ആവുമെന്ന് ആർക്കറിയാം ഗൈസ്. ഓക്കെ ഓക്കെ തീരാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ് കഷ്ടിച്ച് ചെയ്ത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ പ്രശ്നമില്ല. ഇത് നമുക്ക് അത്യാവശ്യം കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച് എന്തായാലും പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ 2 എണ്ണം ഓടിച്ചപ്പോഴേ പഠിച്ച്. ഓക്കെ 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 ഏകദേശം 9 മണിയായിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര പൈസക്കാരാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് ഇനി മുന്നോട്ടൊക്കെ പോയി നോക്കാം. ഇപ്പം നമ്മുടെ പ്ലെയിൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് ഓട്ടിക്കാം. ഈ പ്ലെയിൻ നല്ലതായിട്ട് ഓട്ടിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും. ഓക്കെ മേലോട്ട് എത്രത്തോളം മേല് പറക്കുമെന്ന് നോക്കാം. മേലോട്ട് അത്ര പറക്കുമെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോൾ വിട്ട് താഴോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് ഓട്ടിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യില്ല എന്തിനാണ് മറക്കണം, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ് ഓക്കെ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. വാണ്ടഡ് ലെവൽ വരും, അത് വേണ്ട. അപ്പോൾ നമുക്ക് ജെറ്റ് അടിച്ചിട്ടാണ് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വളയ്ക്കാൻ നോക്കണം. വളച്ചിട്ട് ഇനി ഇത് അവിടെ ലാൻഡ് ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നമുക്ക് ആ മേഘത്തിന് അങ്ങോട്ട് പോകാം. ഇല്ല അത്രേ പൊങ്ങുമെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ എന്ത് ചെയ്യണോ, ഈ മേഘത്തിൻ്റെ അടുത്തെങ്കിലും എത്താൻ തോന്നുന്നു. ഇങ്ങനെ പതിയെ കയറിയാലും നടക്കൂല ഗൈസ്. ഇവിടെ ഒരു ലിമിറ്റുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീനാണ്. നമുക്കിനി വളച്ചെടുക്കാം. വളച്ചെടുത്തോ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ വളച്ചോ അത്രേ ഉള്ളൂ. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ തിരിച്ചങ്ങോട്ട് പോയതിന് ശേഷം എങ്ങനെയാലും ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്യാനാണ് അടുത്ത ടാസ്ക്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഇന്ന് നമുക്ക് കൺട്രോളൊക്കെ ഉണ്ട്, പക്ഷേ ലാൻഡിങ്ങിൽ അത്ര പോരാ ഗൈസ്. അപ്പോൾ നമുക്കിനി ലാൻഡിങ്ങിനാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ലാൻഡ് ചെയ്യാം. ഓക്കെ വരട്ടെ. ഇവിടെ ലാൻഡ് ചെയ്യാൻ നടക്കൂല. ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു പോകും. ഓക്കെ ലാൻഡിങ് ആണ് പ്ലെയിൻ പറത്തുന്നതിൽ ഏറ്റവും പാട്. ഫ്ലൈ അപ്പും പാടില്ല, റണ്ണിങ്ങും പാടില്ല. ലാൻഡിങ് കത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പതിയെ ഇറക്കുക. ഓക്കെ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തിരി കരിമ്പോയൊക്കെ വന്നിട്ട് പ്രശ്നമില്ല. ഓക്കെ നമുക്ക് അപ്പോൾ അങ്ങോട്ട് എന്തായാലും ഇറങ്ങാൻ വന്നിട്ട് നമുക്കിനി ജെറ്റ് പാക്കാണ് ജെറ്റാണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്കിനി ജെറ്റ് എടുക്കണം. ഓക്കെ നമുക്കിനി ജെറ്റാണ് എടുക്കാനുള്ളത്. നമുക്കിനി ജെറ്റ് എടുക്കാൻ നമുക്കിനി ജെറ്റിന് സ്പോൺ ചെയ്യിക്കണം. ഇങ്ങോട്ട് ഫേസ് ചെയ്ത് തന്നാലേ നമുക്ക് കറക്റ്റ് നമ്മുടെ ഇവിടെ ലാൻഡ് ഇവിടെ വരത്തുള്ളൂ. ഓക്കെ നമ്മുടെ ജെറ്റ് നമ്മളെത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് കയറട്ടെ ഗൈസ്. കയറി ഓക്കെ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. എൻ്റെ പേര് ഷമാൽ എന്നാണ്. ഓക്കെ പറഞ്ഞോ അയ്യോ ഫസ്റ്റ് ശുഭമാണല്ലോ. പറഞ്ഞോ നിന്നില്ല ബാക്കിലോട്ട് എടുത്തിട്ട് പറത്താം. ഇവിടെ നിന്ന് പറത്തി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഓക്കെ ബാക്ക് എടുത്തോ പുറമോട്ടോ. ഓക്കെ ഓക്കെ നമുക്ക് പറിച്ച് തുടങ്ങാം. ഇത്രയും ബാഗ് മതിയായിരിക്കും. ഓക്കെ നമ്മുടെ റേഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ റേഡിയോ ഇത് കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഗുമ്മില്ല ഗൈസ്. നമ്മുടെ ജെറ്റൊക്കെ പറത്തുമ്പോൾ നമുക്ക് ഇത്തിരി ഗുമ്മാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് പറത്തിക്കോ. ഓക്കെ നമ്മൾ വിജയകരമായി പറത്തിയിട്ടുണ്ട്, അത് പ്രശ്നമില്ല. ഇനി ലാൻഡിങ് ഈസ് ദ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ ഇനി നമുക്ക് വാണ്ടഡ് ലെവല് ഉള്ള സ്ഥലത്തേക്ക് നമുക്കിനി പറത്തി വിടാം. അവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജെറ്റിന് എന്തോ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ ഇതിൻ്റെ എത്രത്തോളം മേല് പറക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ഇങ്ങനെ മേലോട്ട് പോകാം. മേലോട്ട് പോട്ടെ. മേലോട്ട്. ഓക്കെ
ഓക്കെ ഗൈസ്, ഓക്കെ പറഞ്ഞു. ആ മേഘത്തിൽ തട്ടണം ഗൈസ്. പൊങ്ങട്ടെ അയ്യോ, പൊങ്ങട്ടെ. ഇത്രയും പൊങ്ങോളൂ ഗൈസ്, ഇത്രയും പൊങ്ങോളൂ. മറ്റേ നമ്മുടെ ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ എത്രയും പൊങ്ങോളായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൂടെ പൊങ്ങും ഗൈസ്. നമുക്കിനി വാണ്ടഡ് ലെവല് ഒറ്റ അടിക്ക് 4 സ്റ്റാർ കയറുന്ന കണ്ടോണം. ഇപ്പോഴാണ് വാണ്ടഡ് ലെവൽ വരും. നമ്മൾ ഈ നദി കിടക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ മാപ്പ് നോക്കിക്കോണം. ആ നദി കിടക്കുമ്പോൾ നമുക്കിപ്പം വാണ്ടഡ് ലെവല് 4 സ്റ്റാർ ഒറ്റ അടിക്ക് കയറി വരും. ഇപ്പം നോക്കിക്കോ ഗൈസ്. ഓക്കെ, വാണ്ടഡ് ലെവൽ ഇപ്പം വരും ഗൈസ്. ഇപ്പം എല്ലാം തീരുമാനമായിക്കോളും. വാണ്ടഡ് ലെവല് വന്നു ഗൈസ്. വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മൾ ഖത്തമായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിൻ്റെ ജെറ്റ് വന്ന് നമ്മുടെ ജെറ്റിനെ വെടിവെച്ച് ഇപ്പോൾ വീഴ്ത്തും. മിക്കവാറല്ല, ഉറപ്പായിട്ടും വീഴ്ത്തും. അത് ഭയങ്കര പാടാണ്. ഇൻക്രീഡിബിളാണ്. പോയി, നമ്മുടെ പ്ലെയിൻ പോയി, നമ്മുടെ കൺട്രോൾ വിട്ടുപോയി ഗൈസ്. വേസ്റ്റഡ്. നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാം ഗൈസ്, ഓക്കെ, നമ്മൾ ജെറ്റിനെ വരുത്തിയിട്ടുണ്ട്. കയറടാ. ഓക്കെ ഗൈസ്. ഓക്കെ, പോട്ടെ, പറച്ച്. നമ്മൾ ഇനിയും പോവും. നമ്മളിനി തോക്കത്തില്ല. പറഞ്ഞു പ്രശ്നമില്ല, കുഴപ്പമില്ല. അതൊക്കെ പോകും. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ അങ്ങോട്ട് പറന്നു പോകാം. നമ്മൾക്ക് ഇപ്പോൾ വാണ്ടഡ് ലെവൽ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് വാണ്ടഡ് ലെവലുള്ള അടുത്തോട്ട് നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു ആർക്കും അറിയില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, ഈ ജെറ്റിൻ്റെ 2 എക്സോസ്റ്റ് ഉണ്ടല്ലോ, നല്ല ഹോട്ടാണ് ഗൈസ്. അവിടെ അതങ്ങോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവിടെ നല്ല എയർ നല്ലതായിട്ട് പൊല്യൂട്ട് പോലെ ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ എങ്ങനത്തെ ഇടണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടൊന്നും വേണം, നമുക്ക് പറഞ്ഞു. ഓക്കെ, വാണ്ടഡ് ലെവല് ഇനി വരും. അതിന് രക്ഷപ്പെടാൻ പറ്റൂല, എന്നാലും ഒരു കൈ നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. ആ വെള്ളം കിടക്കുന്ന ആ സോൺ കഴിയുമ്പോഴത്തേക്കിലാണ് വാണ്ടഡ് ലെവൽ വരുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ആ വെള്ളം ഇത് നമ്മൾ ഈ ഐലൻഡ് കഴിയുമ്പോൾ നമുക്ക് ഉടനെ വാണ്ടഡ് ലെവൽ വരുന്നത്. അതിനുള്ള കാരണം നിങ്ങൾ എന്തെന്ന് പറയണം ഗൈസ്. ഓക്കെ, പോട്ടെ. നമ്മളിപ്പോൾ നല്ലതായിട്ട് ഒരു ഒറ്റ ലെവലിലാണ് നമ്മളിപ്പോൾ പറത്തിക്കൊണ്ട് പോകുന്നത്. നല്ലതായിട്ട് പറത്താൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ അത്യാവശ്യം ലാൻഡ് ചെയ്യാനും അറിയാം. ഇനി നമുക്ക് ഈ വാണ്ടഡ് ലെവലിൻ്റെ രക്ഷപ്പെടാൻ നമുക്കറിയത്തില്ല. അത്ര വലിയ സ്കിൽഫുൾ ആയിട്ടില്ല നമ്മൾ. ഓക്കെ, പോട്ടെ. മേഘത്തിൽ നമ്മൾ ഇതും കൊണ്ട് തട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വലിയതായിട്ട് മേഘത്തിൽ തട്ടിച്ചിട്ടുണ്ട്. ഇനി വാണ്ടഡ് ലെവൽ കാരണം നമ്മളിനി മിക്കവാറും ഒരു 90% വേസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാണ്ടഡ് ലെവൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിലാണ് നമ്മൾ പോയത്. അപ്പോൾ അത് ബാക്ക് അടിച്ച് വരും. നമ്മളെ മാപ്പിൽ നോക്കുമ്പോൾ അതിനെ കാണാം. മാപ്പിൽ നോക്കുമ്പോൾ റെഡ് ഡോട്ട്. നമ്മളിപ്പം പിന്നെ വരും കേട്ടോ ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാം. ഇനി വാണ്ടഡ് ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ് ഗൈസ്, ഭയങ്കര പാടാണ്. ഒരിക്കലും പോവില്ല. ഓക്കെ, പോട്ടത്തിൽ നമ്മളിപ്പോൾ മിക്കവാറും വെടിവെക്കും, ഉറപ്പാണ്. നമ്മൾ ഇനി മിക്കവാറും ഇനിയും വെടി കണ്ട. നമ്മുടെ പ്ലെയിൻ ജസ്റ്റ് മിസ്സിലാണ് കേട്ടോ അത് പോയത്. ഇടിച്ചില്ലാന്നേ ഉള്ളൂ. പോകും. നമ്മളെന്തോ കുറ്റം ചെയ്തു. നമ്മുടെ ഐലൻഡ് കടന്നതല്ലേ ഉള്ളൂ. അതിനെന്താണ് ഇത്ര വലിയ കുറ്റം? ഓക്കെ, അത് വലിയ കുറ്റമാണ് ഗൈസ്. ഐലൻഡ് മാത്രമല്ലേ നമ്മൾ കടന്നോളൂ ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ
നമുക്ക് എങ്ങനെയായാലും രക്ഷപ്പെടണം ഗൈസ്, അല്ലാതെ നടക്കത്തില്ല. ഇത് നല്ല വെടിയുള്ളൂ, ഉറപ്പാണ്. നമ്മുടെ ബാക്കിൽ 2 ജെറ്റുണ്ട്. മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കുറേ വെടിയുള്ളൂ, ഉറപ്പ്. പറഞ്ഞല്ലോ ഗൈസ്, ഇതാ വെടിയുണ്ട്. അവർ പൊളിച്ചു കളഞ്ഞു. ഇറങ്ങി ഓടിപ്പോ. ഓക്കെ, അത് പൊട്ടിച്ചെറിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെയായാലും ഓടി രക്ഷപ്പെടണം ഗൈസ്. അതാണ് നമ്മൾ അടുത്ത്. അതാ ദൈവമേ, ഇതാ പോലീസിൻ്റെ വായിച്ച് തന്നെ കയറിച്ചു. നമുക്ക് ഗൈസ് നമ്മുടെ ഹെൽത്ത് പറയുന്ന ഓടിക്കോ. ഓടിപ്പോക്കോ. എടാ ഓടറാ. അങ്ങോട്ട് കയറാം ഗൈസ്. ഇപ്പോൾ പോലീസ് എല്ലാം വരും, ഉറപ്പാണ്. അവിടെ പോലീസ് വരുന്നു ഗൈസ്. എടേ നമ്മളെന്ത് ചെയ്തടേ? കയറിക്കോ. കുനിങ്ങിരി. ഓക്കെ, നമുക്ക് ഇങ്ങനെ നടക്കാം. ഒന്നും കാണൂല. ഇപ്പോൾ ഓക്കെ, എന്ത് ചെയ്യുന്ന ഗൈസ്? നമ്മുടെ ഹെൽത്ത് നോക്ക്, ഭയങ്കര കുറഞ്ഞു. നമ്മളിപ്പോൾ ഐലൻഡിൽ കടന്നിലുള്ളൂ, അതിന് ഇത്ര വലിയ ശിക്ഷയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് രക്ഷപ്പെട്ടോളാം. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടിൽ ദെൻ ബൈ ഗൈസ്.